ഓർമ്മകളുടെ ലോകം. ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ചില നിമിഷങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുന്നില്ല. ചില മുഖങ്ങൾ, ചില വാക്കുകൾ, ചില ചിരികൾ, ചില യാത്രകൾ, ചില സ്ഥലങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയാലും നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കും. ഒരിക്കൽ നമ്മൾ വളരെ സന്തോഷത്തോടെ കാത്തിരുന്ന ഒരാൾ, ഒരിക്കൽ നമ്മളോട് മണിക്കൂറുകളോളം സംസാരിച്ച ഒരാൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. പക്ഷേ അതുകൊണ്ട് ആ ബന്ധം മുഴുവൻ മോശമായിരുന്നുവെന്ന് പറയേണ്ടതില്ല. കാരണം എല്ലാ ബന്ധങ്ങളുടെയും അവസാനം മോശമായിരിക്കണമെന്നില്ല. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നേക്കുമായി നിൽക്കാനല്ല, നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കാനാണ്. കഴിഞ്ഞുപോയ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ വരും, വളരെ കുറച്ച് സമയം മാത്രം നമ്മോടൊപ്പം ഉണ്ടാകും. പക്ഷേ അവർ നൽകുന്ന ചില ഓർമ്മകൾ വർഷങ്ങളോളം നമ്മോടൊപ്പം ഉണ്ടാകും. അവരെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അവൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ ശിക്ഷിക്കേണ്ടതുമില്ല. കാരണം കഴിഞ്ഞുപോയ സമയം തിരിച്ചുവരില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ചിലർ നമ്മെ സ്നേഹം പഠിപ്പിച്ചു, ചിലർ ക്ഷമ പഠിപ്പിച്ചു, ചിലർ വിശ്വാസം പഠിപ്പിച്ചു, ചിലർ ആരെയും അമിതമായി ആശ്രയിക്കരുതെന്ന് പഠിപ്പിച്ചു. വേർപാടിന്റെ വേദന. വേർപാട് എപ്പോഴും വെറുപ്പിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ചിലപ്പോൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടുതന്നെ വേർപിരിയേണ്ടി വരും. ജീവിത സാഹചര്യങ്ങൾ, ദൂരം, കുടുംബം, തെറ്റിദ്ധാരണകൾ, സമയത്തിന്റെ മാറ്റം, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. അങ്ങനെ ഒരിക്കൽ വളരെ അടുത്തിരുന്നവർ അപരിചിതരായി മാറും. അപ്പോൾ മനസ്സ് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. ചില ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കും. അതിനെ അംഗീകരിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. കുറ്റപ്പെടുത്തലിൽ നിന്ന് മോചനം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യത്തിനും ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിന് ഒരിക്കലും വിശ്രമമുണ്ടാകില്ല. അവനാണ് കാരണം, അവളാണ് കാരണം, അവർ കാരണം എന്റെ ജീവിതം മാറി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കുകയാണ്. അത് വേണ്ട. കഴിഞ്ഞുപോയത് മാറ്റാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞുപോയതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. അതാണ് യഥാർത്ഥ ശക്തി. ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിക്കുക എന്നത് അവർ ചെയ്തത് ശരിയായിരുന്നു എന്ന് സമ്മതിക്കുന്നതല്ല. ക്ഷമിക്കുക എന്നത് അവർ ചെയ്ത തെറ്റിന്റെ ഭാരം നമ്മുടെ ഹൃദയത്തിൽ ഇനിയും ചുമക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതാണ്. ചിലരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതില്ല, പക്ഷേ അവരുടെ ഓർമ്മകളോട് സമാധാനം കണ്ടെത്താം. അത് മതി. എല്ലാവരോടും വീണ്ടും സംസാരിക്കേണ്ടതില്ല, എല്ലാവരെയും വീണ്ടും വിശ്വസിക്കേണ്ടതില്ല, എല്ലാവരെയും വീണ്ടും സ്നേഹിക്കേണ്ടതുമില്ല. പക്ഷേ സ്വന്തം മനസ്സിൽ അവരോടുള്ള കോപം എന്നേക്കുമായി സൂക്ഷിക്കേണ്ടതില്ല. ചില ഓർമ്മകൾ വേദനിപ്പിക്കും. ചില ഓർമ്മകൾ എത്ര മനോഹരമായിരുന്നാലും ഇന്ന് അവ ഓർക്കുമ്പോൾ വേദന തോന്നും. കാരണം അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് കൂടിയില്ല. അന്ന് ഉണ്ടായിരുന്ന സന്തോഷം ഇന്ന് ഇല്ല. അന്ന് നമ്മൾ ആയിരുന്ന ആ വ്യക്തിയും ഇന്ന് നമ്മളല്ല. എങ്കിലും ആ ഓർമ്മകളെ വെറുക്കേണ്ടതില്ല. ഒരിക്കൽ അവ നമ്മെ സന്തോഷിപ്പിച്ചിരുന്നല്ലോ, അത് മാത്രം ഓർത്താൽ മതി. ചില ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരാനല്ല, നമ്മൾ ഒരിക്കൽ എത്ര സ്നേഹിക്കപ്പെട്ടിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഒറ്റപ്പെടലും പഴയ ഓർമ്മകളും രാത്രികളിലാണ് പലപ്പോഴും ഓർമ്മകൾ കൂടുതൽ ശക്തമാകുന്നത്. ചുറ്റുമുള്ള എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രം പഴയ വഴികളിലൂടെ യാത്ര തുടങ്ങും. ഒരു പഴയ ഫോൺ കോൾ, ഒരു പഴയ സന്ദേശം, ഒരു പഴയ ചിത്രം,
ഒരു പാട്ട്, ഒരു സ്ഥലം, എല്ലാം നമ്മെ പഴയ കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. അപ്പോൾ മനസ്സ് പറയും, ആ ദിവസങ്ങൾ വീണ്ടും വന്നിരുന്നെങ്കിൽ. പക്ഷേ ജീവിതം പിന്നോട്ട് പോകുന്നില്ല, അത് മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഓർമ്മകളിൽ ജീവിക്കാതെ ഓർമ്മകളെ കൂടെ കൂട്ടി മുന്നോട്ട് ജീവിക്കണം. ഓർമ്മകളെ സ്നേഹത്തോടെ സൂക്ഷിക്കുക. ഓർമ്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതില്ല. അവയെ മനസ്സിലാക്കുക, അവയിൽ നിന്ന് പഠിക്കുക, നല്ലതിനെ സൂക്ഷിക്കുക, വേദന നൽകിയതിനെ പാഠമായി മാറ്റുക. ഒരിക്കൽ നമ്മെ സന്തോഷിപ്പിച്ച ആളുകളെ നമ്മുടെ ജീവിതത്തിലെ ഒരു മനോഹരമായ അധ്യായമായി ഓർത്തുവെക്കാം. പുസ്തകത്തിലെ ഒരു അധ്യായം അവസാനിച്ചാൽ പുസ്തകം മുഴുവൻ അവസാനിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ബന്ധം അവസാനിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ അധ്യായങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. പുതിയ ജീവിതത്തിലേക്ക് കഴിഞ്ഞുപോയവയെ ബഹുമാനിക്കാം, പക്ഷേ അതിൽ കുടുങ്ങിക്കിടക്കരുത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളവരെ കാണുക, ഇന്നത്തെ സന്തോഷങ്ങളെ ആസ്വദിക്കുക, നാളെയെക്കുറിച്ച് സ്വപ്നം കാണുക. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം കഴിഞ്ഞുപോയതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനിയും എഴുതപ്പെടാത്ത അധ്യായങ്ങളായിരിക്കാം നമ്മുടെ ഏറ്റവും മനോഹരമായത്. ഓർമ്മകളെക്കുറിച്ച് ഒരു കാര്യം മാത്രം ഓർക്കാം, ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം, പക്ഷേ അവയുടെ പേരിൽ ആരെയും കുറ്റപ്പെടുത്തരുത്. കഴിഞ്ഞുപോയതിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യരുത്. നമ്മെ വിട്ടുപോയവരെ വെറുക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന അവരുടെ സാന്നിധ്യത്തിന് നന്ദി പറയാം. അവർ നൽകിയ സന്തോഷത്തിന് നന്ദി, അവർ നൽകിയ പാഠങ്ങൾക്ക് നന്ദി, അവർ നൽകിയ ഓർമ്മകൾക്ക് നന്ദി. അവസാനം ചിലർ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഉണ്ടാകില്ല, പക്ഷേ അവർ നൽകിയ ചില ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ഉണ്ടാകും. അതുകൊണ്ട് ഓർമ്മകൾ ഹൃദയത്തോട് ചേർത്തുവെക്കാനുള്ളതാണ്, ആരെയും കുറ്റപ്പെടുത്താനുള്ളതല്ല. കഴിഞ്ഞുപോയതിനെ വെറുക്കാനുള്ളതല്ല. ഒരിക്കൽ അതിൽ നമ്മൾ അനുഭവിച്ച സ്നേഹത്തെ ഓർത്തുവെക്കാനുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു പഴയ ഓർമ്മയുണ്ടെങ്കിൽ അതിനെ വേദനയായി കാണാതെ ഒരു അനുഭവമായി കാണൂ, ഒരു പാഠമായി കാണൂ, ഒരു മനോഹരമായ അധ്യായമായി കാണൂ. പിന്നെ ഒരു പുഞ്ചിരിയോടെ മുന്നോട്ട് നടക്കൂ. കാരണം ജീവിതം ഓർമ്മകളിൽ അവസാനിക്കുന്നില്ല. ഓർമ്മകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം വീണ്ടും മനോഹരമാകുന്നത്.